أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ അംബിയ അതിൻ്റെ 75 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചിട്ടുള്ള രീതികളെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ഇത് സൂറത്തുൽ അംബിയ ആണ്. പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന അധ്യായമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രനായ ലൂത്ത് നബിയുടെ ചരിത്രം പറഞ്ഞു. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം കുറച്ച് ഭാഗം അല്ലാഹു വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വനൂഹൻ ഇദ് നാദാ മിൻ ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. ونصرناه من القوم الذين كذبوا بآياتنا ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. إنهم كانوا قوم سوء فأغرقناهم أجمعين. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم. وداود
وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. അവിടെ നോക്കുക, വനൂഹൻ ഇദ് നാദ. വനൂഹൻ അവിടെ തൻവീൻ വെളിവാക്കണം, അവിടെ മണിക്കാൻ പാടില്ല, കാരണം ശേഷം ഹംസയാണ് തൻവീന് ശേഷം. വനൂഹൻ ഇദ് നാദ. ഇത് നാദ എന്നല്ല, ഇദ് നാദ. നാദ എന്നുള്ളിടത്ത് അസ്ലിയായ മധ്യേ ഉള്ളൂ, രണ്ടക്ഷരം നീട്ടണ്ടുള്ളൂ. മിൻ ഖബ്ലു. മിൻ ഖബ്ലു എന്നല്ല, മിൻ ഈ ഫേ കുറച്ച് മിൻ ഖബ്ലു. ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. അപ്പോ മിൻ ഖബ്ലു എന്നല്ല, മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു. ഫസ്തജബ്ന. ഫസ്തജബ് ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു. ഫനജ്ജയ്നാഹു വഅഹ്ലഹു. അഹ്ലഹു എന്നുള്ളത് ചെറിയ നൂറ്റാണ്ട്, അഹ്ലഹു മിനൽ എന്നല്ല, വഅഹ്ലഹു മിനൽ കർബിൽ അളീം. കർബ് റാക്ക് സുക്കൂനാണ്, കർബിൽ അളീം. അളീം ഐനാണ് ബ. പിന്നെ വനസ്വർനാഹു മിനൽ ഖൗമില്ലദീന. വനസ്വർന സ്വാദാണ്, വനസ്വർനാഹു മിനൽ ഖൗമി അല്ലദീന കദ്ദബൂ ബിആയാതിന. അവിടെ അസ്ലിയ മധ്യേ ഉള്ളൂ, ബിആയാതിന എന്ന് ഓതാൻ പാടില്ല, ബിആയാതിന. ബിആയാതിന. പിന്നെ ഇന്നഹും കാനു. ഇന്നഹും അവിടെ മണിച്ചിട്ടാണ് അതുണ്ട്, ഇന്നഹും കാനു ഖൗമ സൗഇൻ ഫഅഗ്റഖന. സൗഇൻ എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല അവിടെ, കാരണം ഇദ്ഹാറിന്റെ അക്ഷരമില്ല. സൗഇൻ ഫഅഗ്റഖന. ഒന്ന് ഗൈനാണ്, മറ്റേത് ഖാഫാണ്. അഗ്റഖന. അറഖന എന്നല്ല, ഗറഖ എന്നാണ്. ഗറഖ. ഒന്ന് അറഖ വേറെയാണ്, അറഖ എന്ന് പറഞ്ഞാൽ വിയർപ്പ് പൊടിഞ്ഞു എന്നർത്ഥം. അറഖന എന്ന് ഓതിക്കഴിഞ്ഞാൽ നാം അവരെ വിയർപ്പ് പൊടിപ്പിച്ചു നടത്തിയാണ്, അപ്പൊ വ്യത്യാസം വരും. അഗ്റഖന. അഗ്റഖനാഹും അജ്മഈൻ. അജ്മഈൻ ജീമാണ്, ഖുതുബ് ജദ്ദിലെ ഹുറൂഫുൽ ഖൽഖല. അജ്. അജ് നജ്ജ് എന്നുള്ള ഉച്ചാരണം തന്നെ വേറെ തന്നെ കേൾക്കണം, അതാണ് ഫഅഗ്റഖനാഹും അജ്മഈൻ. പിന്നെ വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി. ഇദ് യഹ്കുമാനി ഫിൽ ഹർത്ത്. നിർത്തുകയാണെങ്കിൽ ഫിൽ ഹർത്ത്. ഫ ആണ്, സീനല്ല. ഫിൽ ഹർത്ത്. ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം. നഫശത്. നഫശത് എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. നഫശത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം. വകുന്നാ അവിടെ മണിച്ചിട്ട് ഓതണം. വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ലിഹുക്മിഹിം. ലിഹുക്മിഹിം കാഫിന് സുക്കൂനാണ്. ലിഹുക്മിഹിം ഷാഹിദീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വനൂഹൻ ഇദ് നാദ. വനൂഹൻ ഇദ് നാദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്താനങ്ങളെ കൊടുത്തു. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വലൂത്തൻ ആതൈനാഹു ഹുക്മൻ. ഇബ്രാഹിം പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഹിക്മത്തും ഇൽമത്തും ഒക്കെ കൊടുത്തു. അത് പറഞ്ഞതിന് ശേഷം വദഖൽനാഹു ഫി റഹ്മത്തിന ഇന്നഹു മിനസ് സാലിഹീൻ.
അതേപോലെ തന്നെയാണ് വനൂഹൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്കും അങ്ങനെ തന്നെയാണ്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഇദ് നാദാ മിൻ ഖബ്ലു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അപ്പൊ എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാനുണ്ടായ സന്ദർഭം? കഴിഞ്ഞ ചെറിയ സൂചന നമ്മൾ കൊടുത്തിരുന്നു. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേക്കുമുള്ള 10 കർണുകളാണ്, 10 നൂറ്റാണ്ടാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുവഹിദായിരുന്നു, തൗഹീദിലായിരുന്നു. ആദം നബിയുടെ മക്കളും തൗഹീദായിരുന്നു. ആദം നബിയും ആദം നബിയുടെ മക്കളും കൂടിയിട്ടാണ് കഅബാലയും ബൈത്തുൽ മഖ്ദിസൊക്കെ ഉണ്ടാക്കിയ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തലമുറയായി വന്ന് അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിലേക്ക് അവർ എത്തുന്നതിന്റെ മുമ്പ് അവരിലേക്ക് ശിർക്ക് വന്നു. ശിർക്കാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ലോകത്ത് ആദ്യമായി ഉണ്ടായ ഒരു പൊതു തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്. ആ ശിർക്കിലേക്ക് എങ്ങനെയാണ് ഇബ്ലീസ് അവരെ എത്തിച്ചത് എന്ന് തഫ്സീറിലൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അവരിൽപ്പെട്ട നല്ല നല്ല മനുഷ്യന്മാർ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, ആ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ മരണപ്പെട്ടു. സ്വാഭാവികമായിക്കൊണ്ട് മരണപ്പെടുമ്പോൾ അവരോടൊരു സ്നേഹവും മഹബത്തൊക്കെ ഉണ്ടാവും ആളുകൾക്ക്. അപ്പൊ ആ സ്നേഹവും മഹബത്തിനെയും പിശാച് നല്ലോണം ചൂഷണം ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അവർ മരിച്ചു, യഹൂത്ത് നല്ല സ്വാലിഹീങ്ങളായിരുന്നു. അപ്പൊ ആ സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചു, അവരെ ഓർക്കാൻ നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. അപ്പൊ നിങ്ങൾ അവരുടെ തസ്വീർ, ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ രൂപം എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തു വെക്കുക. ആ ഫോട്ടോ എടുത്തു വെച്ച്, അപ്പൊ ആ ഫോട്ടോ എടുത്തു വെക്കാനാണ് ആദ്യം പറഞ്ഞത്. ഫക്കാന കദാലിക, അന്ന് അത്ര ഉണ്ടായുള്ളൂ. പിന്നെ അടുത്ത തലമുറ വന്നപ്പം ആ ഫോട്ടോയെ കുറച്ച് പൂവൊക്കെ ഇട്ട് ആദരിക്കാൻ തുടങ്ങി. അവർക്ക് അത്ര ഉണ്ടായുള്ളൂ, അപ്പൊ ആരാധിച്ചിട്ടില്ല. അടുത്ത തലമുറ വന്നു, അവർക്ക് തോന്നി എന്താ നമ്മുടെ വാപ്പാരൊക്കെ ഇവിടെ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, നമ്മള് വല്യാപ്പാരെ ഫോട്ടത്തുമല്ലോ. അങ്ങനെ അവർ ആരാധിക്കുന്ന അവസ്ഥയിലേക്കും അവരെ സഹായം വിളിച്ച് തേടുന്ന അവസ്ഥയിലേക്കൊക്കെ ഘട്ടമായിട്ടാണ് എത്തിയത്. ലോകത്ത് ശിർക്ക് സംഭവിക്കണം എങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് മഹാന്മാരിലൂടെ അവരിൽ അതിര് കവിഞ്ഞുകൊണ്ടാണ് ലോകത്ത് എന്ത് ചെയ്യുക, ശിർക്ക് സംഭവിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് അതുപോലെ തന്നെ മഹത്വങ്ങളൊക്കെ കൊടുത്ത ആളുകളോടുള്ള ആദരവ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ശിർക്ക് സംഭവിക്കുക. അല്ലാതെ ആദരവ് കുറഞ്ഞിട്ട് എന്തായാലും ശിർക്ക് സംഭവിക്കൂല. ആദരവ് കൂടി 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 ആ കൂടുന്ന ആദരവ് വഴിതെറ്റി പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, ശിർക്ക് സംഭവിക്കുക. അത് ലോകത്ത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ലോകത്ത് ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ വിഗ്രഹം ഉണ്ടാക്കിയത്, ഒരു മോശപ്പെട്ട മനുഷ്യന്റെ വിഗ്രഹം ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല മനുഷ്യന്മാരെ വിഗ്രഹം ആരുണ്ടാക്കിയിട്ടുള്ളൂ, മുശ്രിക്കീങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 8ാമത്തെ വർഷം കഅബ കീഴടക്കി, മക്ക ഫത്ത് ഉണ്ടായല്ലോ. കഅബക്കുള്ളിലേക്ക് പ്രവാചകൻ കയറി 300 ചില്ലാനും വിഗ്രഹങ്ങൾ എന്റെ കൂട്ടുണ്ട്. അത് ഏറ്റവും വലിയ വിഗ്രഹം ആരുടെ അറിയോ? ഇബ്രാഹിം നബിന്റെ. ഇബ്രാഹിം നബി മോശക്കാരൻ, ഇബ്രാഹിം നബി വിഗ്രഹം തച്ചുടച്ച ആളാണ്. അപ്പൊ നല്ല മനുഷ്യന്മാരുടെ രൂപത്തിൽ ആ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് അതിരുകവിച്ചിലാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് ലോകത്ത് എത്തിയിട്ടുള്ളത്. അതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ചരിത്രം. അതേ അവസ്ഥയാണ് എല്ലാ സമുദായത്തിലും ഉണ്ടായത്. അതുകൊണ്ടാണ് എൻ്റെ സമുദായത്തിലും അങ്ങനെ തന്നെയാണ് ശിർക്ക് വരിക എന്നൊരു വിശ്വാസം പറയാത്ത തോന്നിക്ക മാത്രത്തിൽ നിസാർ ഈസബിനെ അറിയും. അതുകൊണ്ട് നിങ്ങൾ എന്നെ വല്ലാതെ പുകയത്തരുത്. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകയറ്റിയതുപോലെ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ അള്ളാന്റെ അബ്ദാണ്, അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് പൊന്താൻ പാടില്ല, അപ്പുറത്തേക്ക് പൊന്താൻ പാടില്ല. ഉമ്മുസലമ റളിയല്ലാഹു അൻഹയൊക്കെ ഹബീസിലേക്ക് ഹിജ്റ പോയ ആളാണ്. അവരുടെ ഭർത്താവിന്റെ കൂടെ, അബൂസലമിന്റെ കൂടെ. അബൂസലമ മരിച്ചു. അങ്ങനെ ഉമ്മുസലമ റസൂലുള്ളാഹിന്റെ ഭാര്യയായി. റസൂൽ മരിക്കാൻ കിടക്കുമ്പോൾ അബീസീനിയയിൽ കണ്ട ചില അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളുടെ ചർച്ചിന്റെ ഒക്കെ പോരിശ റസൂൽ മരിക്കാൻ കിടക്കുമ്പോൾ
ഉമ്മു സലമൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു വർത്താനം, സാധാരണ നാട്ടു വർത്താനം പറയുമ്പോൾ ഒരു വർത്താനം പറഞ്ഞപ്പോൾ റസൂൽ ഇത് കേട്ടു. അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങനെ ഉണ്ട്, നല്ല പിന്നെ രസമുള്ള ഫോട്ടോകളുണ്ട്. അഭിനവസം പറയും ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ഷർറ് പിടിച്ച ആൾക്കാർ ഇവരായിരിക്കും. കാരണം എന്താ? എന്നിട്ട് അവർ റസൂൽ പറയണം ഇദാ മാത ഫീഹിം റജുലുൻ സ്വാലിഹൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ അവരിൽ മരിച്ചു കഴിഞ്ഞാൽ ബനു അലാ ഖബ്രിഹി മസ്ജിദ, പള്ളി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ നല്ല മനുഷ്യന്മാരുടെ മറ പിടിച്ചിട്ടാണ് ആര് വരിക? ശൈത്താൻ വരിക. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെയും നമ്മളെ കൗമിനെ പറ്റിക്കാൻ ശൈത്താന് കഴിഞ്ഞു. ഇപ്പൊ നല്ലതാകണമെന്ന് പോലുമില്ല, അഡ്രസ് ഉണ്ടാകണമെന്ന് പോലുമില്ല. നിങ്ങൾ ആലോചിക്കും, മുമ്പ് കഴിഞ്ഞു പോയ നൂഹ് നബിന്റെ കൗമും ഇബ്രാഹിം നബിന്റെ കൗമും റസൂലുള്ളാഹിന്റെ കൗമും അടക്കമുള്ള ആളുകൾ ഒരു ഊരും പേരും അറിയാത്ത, അതല്ലെങ്കിൽ ഒരു അഡ്രസ് ഇല്ലാത്ത, ഒരു സ്വാലിഹല്ലാത്ത മനുഷ്യനെ എന്താക്കിയിട്ടില്ല, ഇടയാളനാക്കുകയോ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കുകയോ ജാറുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ കൗമിന്റെ അവസ്ഥ അതല്ല. പിന്നെ ഇപ്പോൾ ഇവരെന്നെ പറഞ്ഞ സി എം മടവൂരാണെങ്കിലും ഇനി പിന്നെ കോയപ്പാപ്പയാണെങ്കിലും അതുപോലെ തന്നെ വേറുള്ള ആളുകളാണെങ്കിലും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് പൂർണ്ണമായിക്കൊണ്ടും ജീവിക്കാത്തവരാണെന്ന് അവർ തന്നെയും പറയുന്നതാണ്. അവർക്ക് ഈ നൂഹ് നബിന്റെ ചരിത്രം പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ശിർക്കിനെതിരെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി. അങ്ങനെ ദഅവത്ത് നടത്തി ഞാൻ പിന്നെ വളരെ 10-ൽ താഴെ ആളുകൾ, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, തഫ്സീറിൽ കാണാൻ 10ഓളം ആളുകൾ അല്ലെങ്കിൽ 10-ൽ താഴെ ആളുകൾ 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചോനെ വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമിനെ എന്നെ രക്ഷിക്കണം. അതാണ് വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു, ഇതിനു മുമ്പ് നൂഹ് എന്നോട് പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചു. ഫസ്തജബ്നാ ലഹു, അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം കൊടുത്തു. എന്നിട്ട് ഫനജ്ജയ്നാഹു അഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആദർശ കുടുംബത്തെയും നാം രക്ഷിച്ചു. നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയുമാണ് ആർക്ക് മാതൃക? സത്യവിശ്വാസികൾക്കല്ല, കാഫിറുകൾക്ക് മാതൃക. 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ, ലൂത്തിൻ നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിന്റെ ഭാര്യയും. സത്യവിശ്വാസികൾക്ക് മാതൃക ആരാണ്? ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്റെ ഭാര്യ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം ചെയ്ത മനുഷ്യന്റെ ഭാര്യയാണ് സത്യവിശ്വാസികൾക്ക് മാതൃക. ഏറ്റവും നല്ല മനുഷ്യന്മാരായ 2 മനുഷ്യന്മാരുടെ ഭാര്യമാരാണ് ഏറ്റവും മോശപ്പെട്ടവർക്ക് മാതൃക. അയ്യൂബിന്റെ കാര്യനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് വെച്ചാൽ അഹ്ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഒഴിവാണ്. ഇവിടെ അഹ്ലഹു എന്ന് പറഞ്ഞാൽ അഹ്ലു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ആളുകളാണ് ഇവിടെ അഹ്ലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനൽ കർബിൽ അളീം, അങ്ങനെ കപ്പലുണ്ടാക്കി, കപ്പൽ അദ്ദേഹത്തെ പിന്നെ രക്ഷിച്ചു. പിന്നെ അത് പിന്നെ ജൂതി പർവ്വതത്തിന്റെ മേലാണ് പിന്നെ അടങ്ങിയത്. ഇപ്പൊ കപ്പലിന്റെ അവശിഷ്ടമൊക്കെ അവിടെ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയപ്പെടുന്നു. വല്ലാഹു ആലം. ചില ആൾക്കാർക്ക് പോയിട്ട് ആ കപ്പലൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. വല്ലാഹു ആലം. ഏതായാലും പിന്നെ കപ്പൽ വലിയ മലക്ക് മുകളിൽ വെള്ളം വന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തു. പിന്നെ ആ ചരിത്രമൊക്കെ നമുക്ക് അവിടെ വിശദീകരിക്കണില്ല. അങ്ങനെ അല്ല പറയണം, വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചിട്ടുള്ള കൗമിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷിച്ചു. പിന്നെ ഭൂമിയിലുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പിന്നെ ഭൂമിയിൽ ആരുള്ളൂ? മനുഷ്യരായിക്കൊണ്ട് പിന്നെ ആരാളുള്ളത്? ഈ നൂഹ് നബിന്റെ കൂടെ കപ്പലിൽ കയറിയ ഈ ആൾക്കാർ. നിങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെയും ലോകത്ത് ശിർക്കുണ്ടായില്ലേ? ഉണ്ടായില്ലേ? അതെവിടുന്നുണ്ടായത്? ഇതിൽ തന്നെ. അതായത് ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ആൾക്കാരിൽ നിന്ന് പിന്നെ എന്തുണ്ടാണത്? ശിർക്കും ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 10 തലമുറ കഴിഞ്ഞപ്പോൾ ഇതുണ്ടായി. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമുള്ള ആകെ 10. മാത്രമല്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ ഈ മനുഷ്യന്മാരെ മാത്രമല്ല, എല്ലാ ഇനത്തിൽ നിന്നും ഓരോ ഇണകളെ കയറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നു. മൃഗങ്ങളിൽ നിന്നും
അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നുമൊക്കെ. കാരണം ഭൂമി മൊത്തം നശിക്കാൻ പോവാണ്, മൊത്തം വെള്ളം വരാൻ പോവാണ്. പിന്നെ ഭൂമിയിൽ നാക്കാലികളും മറ്റൊക്കെ നിലകൊള്ളണമെങ്കിൽ പിന്നെ എന്ത് വേണം? ജീവജാലങ്ങൾ വേണം. ആ ജീവജാലങ്ങളിൽ നിന്ന് ഈ 2 ഇണകളെ വീതം ഈ കപ്പലിൽ കയറ്റാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെയ്തിരുന്നു പിന്നെ കൽപ്പന കൊടുത്തു. അങ്ങനെ ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ, അള്ളാഹുവിന്റെ നാമത്തിൽ ആ കപ്പൽ പിന്നെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ വസ്തവത്ത് അലൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ അത് പിന്നെ നിൽക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അന്ന് കയറിയവർ വിശ്വാസികൾ മാത്രമാണ്. വിശ്വാസികളല്ലാത്തവർക്ക് കയറാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സൂഫികൾ ഒരുപാട് കഥ ഉണ്ട് കേട്ടോ. പിന്നെ പിശാച് ഈ പിന്നെ കൈതന്റെ രൂപത്തിൽ ഒന്നും അതിൽ കയറാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നെ സൂഫികൾക്ക് എന്തെങ്കിലും കഥ കിട്ടിയാൽ പിന്നെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ കഥ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അത് എങ്ങനെ ജൂതി പർവ്വതം എവിടെയാണെന്ന് കറക്റ്റ് വെച്ചാൽ എനിക്ക് പിന്നെ ഭൂമിശാസ്ത്രം പറയാൻ കഴിയില്ല. പക്ഷെ അത് പിന്നെ ഇന്ന് ആ കപ്പല് ഉണ്ടെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, കപ്പലില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ റസാഖുസ്ലമിന്റെ ഒക്കെ വീഡിയോയില് അതിലെ കപ്പലിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും പിന്നെ കറക്റ്റ് പ്ലേസ് എനിക്ക് പറയില്ല. ആർക്കെങ്കിലും അറിയാം? തങ്ങളെ കുറെ യാത്ര ചെയ്യണമല്ല, അറിയില്ല, അല്ലാഹു അഅലം. അവനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് പിന്നെ ജൂതി പർവ്വതത്തിന്റെ മുകളിലാണിത് നങ്കൂരമിട്ടത്. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശേഷമുള്ള മുസ്ലിമിനോട് എന്ത് ചെയ്തു? ജീവിക്കുകയും ചെയ്തു. പിന്നെ അതാണ് നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നഹും കാനൂ ഖൗമ സൗഇൻ, അവർ വളരെ മോശപ്പെട്ട ഒരു സമുദായമായിരുന്നു. മോശപ്പെട്ട സമുദായം എന്ന് പറഞ്ഞാൽ ഒന്ന് ശിർക്ക് സംഭവിച്ചു എന്ന് മാത്രമല്ല. അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം വെച്ചാൽ ലോകത്ത് അമ്പിയാക്കന്മാർ പറഞ്ഞാൽ ശിർക്ക് സംഭവിച്ചത് കൊണ്ട് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ നശിപ്പിച്ചിട്ടില്ല എന്ന്. ഒരു ഖൗമിന് ശിർക്ക് ഉള്ളത് കൊണ്ട് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ നശിപ്പിച്ചിട്ടില്ല. പിന്നെ നശിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ശിർക്കോട് കൂടി തന്നെ അവരുടെ പ്രവാചകനെ അവർ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അവർക്ക് ശിക്ഷ വരിക. അതിന്റെ വേറൊരു ഹിക്മത്ത് എന്താ വെച്ചാൽ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടല്ലാതെ അവർക്ക് ശിക്ഷ വരില്ല. വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ ഒരിക്കലും ഒരു ശിക്ഷ അല്ലാഹു ആർക്കും കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ശിർക്കുണ്ട്, അത് ശിർക്കാണെന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ വരാത്ത ഒരു ഖൗമിന് അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല? ശിക്ഷയാക്കിയിട്ടില്ല. ഇപ്പൊ നൂഹ് നബിന്റെ ഖൗമിനെ എടുത്തു നോക്കി. നൂഹ് നബി വരുന്നതിന് മുമ്പ് ശിർക്കിലാണല്ലോ, പക്ഷെ അല്ലാഹു ശിക്ഷ ഇറക്കിയോ? ഇല്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദഅവത്ത് നടത്തി. ആ ദഅവത്തിൽ അവർ പിന്നെ സഹായിക്കാതിരിക്കുകയും എതിർക്കുകയും ചെയ്തപ്പോഴാണ് അവരെ ശിക്ഷിച്ചു. അതാണ് ഇന്നഹും ഖൗമുൻ ഇൻ കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ, അവർ തെമ്മാടികളായ ഒരു ഖൗമായ. പിന്നെ അതല്ല ഫനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം വനസർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയത്തിനാ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അവരെ നാം മൊത്തത്തിൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് നശിപ്പിച്ചത് വെള്ളം കൊണ്ടാണ്. കാരണം ഈ വെള്ളത്തിന്റെ പ്രത്യേകത ഉണ്ട്. വെള്ളം മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ വരുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ഏത് മാത്രമേ ഉള്ളൂ? വെള്ളം മാത്രമേ. ഭൂമിയിൽ നിന്നും വരും, താഴെ നിന്നും വരും. എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും ഇവരുടെ ശിക്ഷയിൽ എന്തായി? പങ്കാളികളായി. ആരുടെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ശിക്ഷിച്ചപ്പോ ആ ശിക്ഷയിൽ ആര്? ഭൂമിയും അതേപോലെ തന്നെ ആകാശവും എന്താക്കിയിട്ടുണ്ട്? പങ്കാളിയായിട്ടുണ്ട്. മാത്രമല്ല മുക്കിക്കൊന്നു, അജ്മഈൻ, എല്ലാവരെയും മുക്കിക്കൊന്നു. ഇവിടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൈന്യങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് വെള്ളം, തീ, കാറ്റ്. ഈ മൂന്നെണ്ണം അള്ളാഹുവിന്റെ
ജുന്ദും മിൻ ജുനൂദില്ല, അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ടതാണ്. ഈ മൂന്നെണ്ണത്തെ തടുക്കാൻ മനുഷ്യന്റെ ഒരു ടെക്നോളജിക്കും സാധ്യമല്ല. എത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും ഈ തീയിനെയും അതുപോലെ തന്നെ കാറ്റിനെയും വെള്ളത്തെയും തടുക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ അമേരിക്കയിൽ നമ്മൾ കണ്ടു. കടലിന്റെ അടുത്താണ് ഇപ്പൊ കത്തിയത്. ലോസ് ഏഞ്ചൽസിന്റെ കടലിന്റെ അടുത്താണ്. അവിടെ വെള്ളം നട്ട് അവസാനം ഉണ്ടായി. പിന്നെ ഒരുപാട് സമയമെടുത്ത് കെടുത്താൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ശക്തമായ കൊടുങ്കാറ്റുകൾ. അള്ളാഹുവിന്റെ സൈന്യത്തിൽ പെട്ടതാണ് വെള്ളം. അതുകൊണ്ട് തന്നെയാണ് വെള്ളം പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിലൊക്കെ കാണാം, പിന്നെ കടൽ യാത്രകൾ അതുപോലത്തെ മറ്റുള്ള യാത്രകളൊക്കെ സഹാബത്ത് വിനോദത്തിന് വേണ്ടി സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് സഹാബത്തൊക്കെ പിന്നെ എതിർത്തിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അതേപോലെ തന്നെ പിന്നെ ഖുലഫാഉർ റാഷിദിന്റെ കാലഘട്ടത്തിലൊക്കെ പല സ്ഥലങ്ങൾക്കും ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. പക്ഷെ കടൽ മാർഗേണയുള്ള ഒരു യുദ്ധം ആര് തുടങ്ങിയിരുന്നില്ല? ഖുലഫാഉർ റാഷിദിന്റെ കാലത്തില്ല. പിന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതും. അത് മാത്രമല്ല, അദ്ദേഹമാണ് ആദ്യത്തെ പിന്നെ കപ്പൽ സഞ്ചാരം നടത്തുകയും ഇസ്ലാമിന് വേണ്ടി പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി പങ്കെടുക്കുകയും ജിഹാദ് നടത്തുകയും പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്തതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നൊരു അപകടം തന്നെയാണ്. വെള്ളം അനുഗ്രഹമാണ്. സാധാരണ വെള്ളം നല്ല അദൂബാണ്. അദൂബ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതെന്ന് അർത്ഥം. അതേ സമയത്ത് അദാബുമാണ്. അദാബ് എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷയാണ്. അതിപ്പോ അവിടെ കാണുന്ന കപ്പല് അതന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ പിന്നെ ഫിറഔന്റെ ജഡം അല്ല, അതാണ് പറഞ്ഞ. കുറെ ആൾക്കാർ ഫിറൗന്റെ ജഡം ആണെന്ന് പറഞ്ഞ്, കുറെ ആൾക്കാരല്ല എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ പിന്നെ കുറെ സംഗതികളുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലേക്ക് വന്നപ്പോൾ പലതും അതായിക്കൊള്ളുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അതല്ലെങ്കിലും നമുക്ക് അള്ളാഹ് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഇപ്പൊ അതവിടെ ഇല്ല, നശിച്ചു പോയി നിർത്തിക്കോളും. ഇതെല്ലാം ഖുർആനിലുണ്ടല്ലോ. ഖുർആനിൽ പറഞ്ഞ എന്ത് ചെയ്യുക? അസ്ഹാബുൽ കഹ്ഫിന്റെ അടക്കമുള്ള സംഗതികൾ അതാണെന്ന് പറയപ്പെടുന്നു. എല്ലാത്തും പിന്നെ ആളുകളൊക്കെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിന്നെ വെള്ളവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതി. വെള്ളം മനുഷ്യന് അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഈ റസൂലുള്ളാഹി പറഞ്ഞ ഒരാൾ മുങ്ങി, വിശ്വാസിയാണെങ്കിൽ അവൻ മുങ്ങി മരിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയാണ്. കാരണം ഒരു മനുഷ്യന്റെ മരണത്തിൽ ഭൗതികമായ ഇടങ്ങേറുകൾ അവൻ വർദ്ധിക്കും തോറും അവന് ഷഹീദിന്റെ കൂലി കിട്ടും. ഇപ്പൊ റസൂൽ പറഞ്ഞു, കെട്ടിടം വീണ് മരിച്ചാൽ അവൻ ഷഹീദിന്റെ കൂലിയാണ്. വയറ് സംബന്ധമായ അസുഖത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ, എന്ന് പറഞ്ഞാൽ പ്രസവത്തിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വയറിന് ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് മരിച്ചാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ, തീയിൽ എങ്ങനെ വയറ് സംബന്ധമായ പ്രസവമോ അല്ലെങ്കിൽ സാധാരണ പ്രസവം ഉണ്ടാക്കുക. പ്രസവം എന്ന് പറഞ്ഞാൽ വയറ് സംബന്ധമായ പ്രസവമോ അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. വയറിനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് അതിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ തീ പിന്നെ പിടിച്ചുകൊണ്ട് മരണപ്പെടുക, ഇതൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടും. ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവനെ കുളിപ്പിക്കേണ്ട, വൈദ്യസ്കരിക്കേണ്ട അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ഈ ഭൂമിയിൽ അനുഭവിച്ച പ്രയാസത്തിനുള്ള ഒരു പ്രതിഫലമാണ്. അള്ളാഹു നമ്മെല്ലാം അത്തരം അപകടം കാത്തിച്ചു. കാരണം ഈ മുങ്ങി മരണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമുള്ള മരണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം അത് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെയാണ് തീപിടുത്തുള്ള മരണം, പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ. അപ്പോൾ വിശ്വാസികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടാവും. അതേസമയത്ത്
ഇസ്ലാമിൽ ഒരാൾ ഷഹീദാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഇസ്ലാമിക യുദ്ധത്തിൽ അയാൾ ഷഹീദാകണം. അതേസമയത്ത് ഷഹീദായോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത് വേറെ വിഷയം. അതിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾ കൊല്ലപ്പെട്ടാൽ അവന് ഷഹീദ് എന്നുള്ള പദവി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ആദരിക്കുന്ന രീതിയിൽ സാധാരണ കാണാറുണ്ട്. അപ്പൊ അതിനേതായാലും പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ഇവന് ഷഹീദിന്റെ കൂലി അവന് കിട്ടും. പക്ഷെ നമ്മളവനെ സംബന്ധിച്ചിടത്തോളം ഷഹീദ് ശ്രോതാക്കളൊന്നും പറയാൻ പോകാൻ പാടില്ല. ഇനി നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞ ശേഷം അള്ളാഹു ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ചരിത്രം പറയാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് സുലൈമാൻ നബി. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ഒരുപാട് നിഅമത്തുകളെ കൊണ്ട് അനുഗ്രഹിച്ച പ്രവാചകന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി പ്രത്യേകിച്ചും. ദാവൂദ് നബി വാപ്പയാണ്, ദാവൂദ് നബിന്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവർ പ്രവാചകന്മാരുമായിരുന്നു, രാജാക്കന്മാരുമായിരുന്നു. രാജാക്കന്മാരായ പ്രവാചകന്മാർ വളരെ അപൂർവമുള്ളൂ. രാജാക്കന്മാരായ അഥവാ ഭരണാധികാരികളായ പ്രവാചകന്മാർ വളരെ അപൂർവേ ഉണ്ടായിട്ടുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ സിയാമു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പിനെ പറ്റി ഹദീസിൽ കാണാം. അഹബ്ബു സിയാം ഇലല്ലാഹി സിയാമു ദാവൂദ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പാണ്. ഒരു ദിവസം നോമ്പ് നിൽക്കുക, പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദാവൂദ് നബി ആരാണ്? രാജാവാണ്. ഒരു രാജാവിന് കിട്ടുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലേ? ഒരു രാജാവിന്റെ ഭക്ഷണത്തലികയിലെത്തുന്ന ഭക്ഷണ വിഭവങ്ങൾ എത്ര സുലഭമായിരിക്കും. അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ, ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ. പക്ഷെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം നോമ്പെടുക്കുകയും മറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പകുതിയും നോമ്പിലാണ്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ. എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ ഒക്കെ അവർ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭൗതിക ആസ്വാദനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത്രയും അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരീക്ഷണം കൂടിയാണ്. വിശദമായിട്ട് പിന്നെ പറയാം. അപ്പൊ ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുലൈമാൻ നബിയുടെയും ചരിത്രം അവിടെ പറഞ്ഞു. ഇവിടെ വിശദമായ ചരിത്രം പറഞ്ഞില്ല. ഇവിടെ ആ തുടക്കത്തില് ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഹുക്കുമുകൾ, അഥവാ അവർ രണ്ടുപേരും രാജാക്കന്മാരാണ്. രാജാക്കന്മാർ പറഞ്ഞാൽ അതാണ് വിധി. ഹാക്കിം പറഞ്ഞാൽ അതാണ് രാജ്യത്തെ വിധി, അതിനപ്പുറത്ത് ചോദ്യമില്ല. അപ്പൊ ഒരു സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്. അതായത് ഒരിക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദർബാറിലേക്ക് ഒരു വിഷയത്താണ്. ഒരു വിഷയം ഇതാണ്: ഒരു കർഷകനുണ്ട്, കൃഷിക്കാരൻ, അതുപോലെ തന്നെ ഒരു ആടിന്റെ ഉടമസ്ഥൻ. ഇവർ രണ്ടുപേരും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നിട്ട് കൃഷിക്കാരൻ പരാതി പറയാം. എന്താണ് പരാതി? ഇയാളുടെ ആട് ഇന്നലെ രാത്രി എൻ്റെ തോട്ടത്തിൽ കയറി എൻ്റെ കൃഷി മുഴുവൻ ഇയാളുടെ ആട് എന്തിരിക്കുന്നു, തിന്ന് നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയണം. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നോക്കിയപ്പം അയാളുടെ കൃഷി എത്ര നഷ്ടം വന്നിട്ടുണ്ടോ ആ നഷ്ടത്തിന്റെ മൂല്യം നോക്കിയപ്പോൾ ഇയാളുടെ ആടിന്റെ മൂല്യത്തിന് എന്താണ് ഏകദേശം തുല്യാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എങ്കിൽ നീ ഇതിന് നഷ്ടപരിഹാരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആടിനെ ഈ കൃഷിക്കാരന് കൊടുക്കുക. ശരി, രണ്ടാളും തൃപ്തിയായി. കാരണം മറ്റൊരെന്താ വെച്ചാൽ എന്തായാലും അവന്റെ കൃഷി നശിച്ചല്ലോ, അപ്പൊ ഇവരെന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് അവർ ആ ദർബാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ആര് കാണുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ കണ്ടുമുട്ടുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്താണ് വന്നത്, നിങ്ങളുടെ വിഷയം എന്താണ്? അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എന്റെ അടുക്കലാണ് ഈ വിധി വരുന്നതെങ്കിൽ ഞാൻ മറ്റൊരു വിധിയാണ് വിധിക്കുക. ഇത് പറഞ്ഞപ്പോ അവർ പറഞ്ഞെങ്കിൽ എന്താണ്, നിങ്ങളുടെ വാപ്പാന്റെ അടുത്ത് തന്നെ പോവുക.
അങ്ങനെ അവർ 3 പേരും കൂടി പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. അപ്പോൾ പിതാവിനോട് വളരെ ആദരവോടുകൂടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ വിധിച്ച വിധി ശരിയാണ്, പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു വിധി എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അതായത് ഈ കൃഷിക്കാരുണ്ടല്ലോ, ഈ കൃഷിക്കാരൻ്റെ കൃഷി എത്രയാണ് നഷ്ടം വന്നത് അത് ഈ ആടിൻ്റെ ഉടമ ശരിയാക്കി കൊടുക്കണം. അത് ശരിയാക്കുന്ന അത്രയും സമയം ഈ ആട് ആരുടെ ആശ്രയിക്കട്ടെ? കൃഷിക്കാരൻ്റെ അടുക്കിലിരിക്കട്ടെ. അതായത് ഈ ആടിന് തൽക്കാലം ആർക്ക് കൊടുക്കുക? കൃഷിക്കാരന് കൊടുക്കുക. എന്നിട്ട് ആ ആടിൻ്റെ പാലും ആ ആടിനെ കൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ ആരെടുക്കട്ടെ? തൽക്കാലം കൃഷിക്കാരെടുക്കട്ടെ. ഈ കൃഷി പഴയ പടിയിലാകുന്ന സമയം എന്ത് ചെയ്യണം? ഈ ആടിന് കൃഷിക്കാരൻ, ഈ ആടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ വിധിയാണ് ഞാൻ പറയുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അംഗീകരിക്കുകയും അതാണ് കുറച്ചുകൂടി യുക്തമായ രീതി എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ വിധിയാണെങ്കിൽ ഈ ആടിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം നഷ്ടം വരും. ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തായി? ഒന്നിന് വേണമെങ്കിൽ കൃഷി ഇറക്കിയിട്ട് പിന്നെയും ലാഭം ഉണ്ടാക്കാം, പക്ഷെ ആട് തിരിച്ചിട്ടോ ഇല്ല. അപ്പൊ കുറച്ചുകൂടി ബുദ്ധിപരവും അതുപോലെ തന്നെ കുറച്ചുകൂടി നീതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ വിധി ഏതാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വിധിയാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ദാവൂദ് സുലൈമാൻ, ദാവൂദ് നബിയും സുലൈമാൻ ഇത് യഹ്കുമാനി, അവർ രണ്ടുപേരും വിധിച്ച സന്ദർഭം. രണ്ടുപേരും വിധിച്ചു. ആദ്യം ബാപ്പ വിധിച്ചു, പിന്നീട് മകന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചു. ഫിൽ ഹർഫി, ഒരു കൃഷിയുടെ വിഷയത്തിൽ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്നും കൃഷിയുണ്ട്, അതുപോലെ തന്നെ ആളുകൾ കാടുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ദാവൂദ് നബിന്റെ സുലൈമാൻ നബിന്റെ കാലത്തുള്ളതാണ്. മനസ്സിലായോ? മനുഷ്യന്റെ കൃഷി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഇപ്പൊ അൻസാരികൾ കൃഷിക്കാരായിരുന്നു. അൻസാരികൾ ആരാണ്? കൃഷിക്കാരാണ്. മക്കക്കാരോ കച്ചവടക്കാരാണ്. മക്കാർ കച്ചവടക്കാരാണ്. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനക്ക് ഹിജ്റ എന്നാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ ധനികരായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് മദീനക്ക് സമ്പത്തൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ബഹുവത്തുണ്ടാക്കി, മദീനുള്ള ആളുകളുടെ സാഹചര്യം ഉണ്ടാക്കി, അവിടെ സമ്പത്തിന്റെ പകുതി കൊടുത്ത്, 2 ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരെ കൊടുത്ത്, അങ്ങനെ എല്ലാം പകുതിയായി നിശ്ചയിച്ചു. അബ്ദുറഹ്മാൻ പറഞ്ഞു, എനിക്ക് അൻസാരികൾ ആളുകളുടെ സമ്പത്തിന് വേണം, എനിക്ക് ഇവിടുത്തെ അങ്ങാടി ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, അത് ഞാൻ കച്ചവടം ചെയ്തോളാം. അങ്ങനെ അവിടുന്ന് പിന്നെ കച്ചവടം ചെയ്തിട്ടാണ് അബ്ദുറഹ്മാൻ എന്തായത്? അൻസാരികൾ നേരെ തിരിച്ചാൽ, അൻസാരികളുടെ രീതി എന്താ വെച്ചാൽ കൃഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അൻസാരികൾ സ്വർഗത്തിൽ കയറിയ ചോദിക്കുന്ന പടച്ചവന് ഇവിടെ കൃഷി ചെയ്യാൻ വല്ല ഭൂമി ഉണ്ടാവുമെന്ന്. അതായത് അതുണ്ടോ, ഒരു പണിയെടുത്ത് ശീലിച്ച ആൾക്കാർക്ക് പിന്നെ ആ പണി എടുക്കഴിഞ്ഞാല് പിന്നെ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ അൻസാരികൾ സ്വർഗത്തിൽ കയറുമ്പോൾ ചോദിക്കും, അള്ളാഹുവിടെ കൃഷിക്ക് വല്ല ഭൂമി കിട്ടുമോ എന്ന് അവർ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്താ ഓരോരുത്തർക്കും ഒരു ഹെർഫത്ത് ഉണ്ടാവും, ജോലി ഉണ്ടാവും. അപ്പൊ ഇവിടെ ഹർഫ് എന്ന് പറഞ്ഞ ചുരുക്കത്തിലുള്ള പണ്ട് കാലം മുതലേ മനുഷ്യന്മാരെന്താണ് ഈ കൃഷിയിലും അതുപോലത്തെ മൃഗങ്ങളെ നോക്കുന്നതിലൊക്കെ. ഇത് നഫശത്ത് ഫീഹി ഗനമുൽ ഖൗം, എപ്പോഴാണ് അവർ കൃഷി? ഇത് നഫശത്ത് ഫീഹി ഗനമുൽ ഖൗം, ഒരു വിഭാഗത്തിന്റെ ഗനമുകൾ, ആടുകൾ ആ കൃഷിയിൽ കയറി മേഞ്ഞ സന്ദർഭം, അല്ലെങ്കിൽ ആ കൃഷി നശിപ്പിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വിധി കാണാൻ കഴിയും. വകുന്ന ലിഹുക്മിഹിം ഷാഹിദീൻ, നാം അവരുടെ വിധിക്ക് സാക്ഷികളായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ഈ വിധികളൊക്കെ നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളായിരുന്നു. റസൂലെ നിങ്ങൾ അതിന് സാക്ഷിയല്ല, ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞൊരു ഉദ്ദേശം. അപ്പം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഫഹംനാഹാ സുലൈമാൻ, എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ചില ഫഹമുകൾ കൊടുത്തു.
അപ്പൊ ദാവൂദ് നബിക്ക് കൊടുക്കാത്ത ചില വിജ്ഞാനങ്ങൾ ആർക്ക് കൊടുത്തു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഉലമാക്കൾ പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധി ഒരു നിഅമത്താണ്. അതേപോലെ തന്നെ ആ നിഅമത്തുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല അല്ലാഹ് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുക. മാത്രമല്ല ചില കാര്യങ്ങളെ ആളുകൾ വിലയിരുത്തുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിധിയെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിയെ ആക്ഷേപിക്കണമെന്നില്ല. ആ വിധിയും ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി യുക്തമായ രീതി ഏതാണ്? ദാവൂദ് നബിൻ്റെതാണ്. അപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ വിധിക്കുന്ന വിധികളിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് മനുഷ്യന്റെ തബീഅത്തിന്റെ ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതിയുള്ള ഒരു ദുഅഫിന്റെ ഒരു അശക്തതയുടെ ഒരു അടയാളം കൂടിയാണ്. മനുഷ്യന്മാർ പറയുന്നതിലും പോരായ്മകൾ ഉണ്ടാകും. ഇതൊരു പ്രവാചകനാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദാവൂദ് നബിക്കില്ലാത്ത ചില ഫഹമുകൾ നാം കൊടുത്തു. അപ്പൊ ബാപ്പാനേക്കാളും ചില വിഷയങ്ങളിൽ ആരാണ് വലുത്? മകനാ വലുത്. അപ്പൊ മക്കള് ബാപ്പാനേക്കാളും വലുതാകുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ബാപ്പാക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അസൂയ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഔജിപ്പ് എന്നെക്കാളും വലിയ ആളായോ, ഇഞ്ചിപ്പ് അങ്ങനെ വലുതാണ്ട എന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ അടുത്ത് പോയി നിങ്ങൾ വിധിയല്ല ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇജ്ജാരാ പറയാന്ന് ഞാൻ വെച്ചാൽ എൻ്റെ വിധി ഒന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയല്ലേ ചെയ്തു. അപ്പോൾ നല്ലത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് ശരിക്കും ഉണ്ടാകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വിശ്വാസികളുമായിക്കൊണ്ട് സാദൃശ്യമുള്ള മരമുണ്ട്, അതേതാണ് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു സദസ്സിലുണ്ട്, ആരും ഉത്തരം പറഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു വിട്ടു ചെന്നതിന് ശേഷം പറയാണ്ട് സോ പറഞ്ഞു ഇത് ഈന്തപ്പന മരമാണ്. കാരണം അതിൻ്റെ അതിൻ്റെ ഇല എന്ത് ചെയ്യൂല, താഴേക്ക് വീഴൂല. അതുപോലെയാണ് വിശ്വാസിയായ മനുഷ്യൻ. അവന്റെ ദഅവത്ത് ലാ തസ്ഖുതു മിൻഹു ദഅവ എന്ന ഹദീസിൽ കാണാം. അവരിൽ നിന്ന് ദഅവത്ത് ഒരിക്കലും തീർന്നു പോകും. വിശ്വാസിയാണെങ്കിൽ എപ്പോഴും ദാഇയായിരിക്കും, എപ്പോഴും പ്രബോധകനായിരിക്കും എന്നാണ് പറഞ്ഞൊരു ഉദ്ദേശം. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു വിട്ടുപോയതിനു ശേഷം ബാപ്പയോട് പറഞ്ഞു, ബാപ്പ എനിക്ക് ഇത്ര അറിയായിരുന്നു, പക്ഷെ ഞാനൊക്കെ നിങ്ങളൊക്കെയുള്ള വലിയ സദസ്സിൽ ഞാൻ പറയുമ്പോൾ ഒരു മോശമല്ലേ? അബൂബക്കർ എല്ലാ മഹാന്മാരിയ്ക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു മറുപടി പറയുമ്പോൾ വലിയൊരു മോശമല്ലേ വിചാരിച്ച ഞാൻ പറയാതിരുന്നാണ്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞെന്താ, നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ അഭിമാനവും സന്തോഷവും ഉണ്ടാകുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു. കാരണം എൻ്റെ മോനാണ് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് ആർക്കും കിട്ടാത്തൊരു മറുപടി സ്വന്തം മക്കൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ പിതാവും മകനും തമ്മിലുള്ള വിധിയാണല്ലോ പറഞ്ഞത്. വകുല്ലൻ ആതീനാ ഹുക്മൻ വ ഇൽമൻ. എന്നാൽ രണ്ടു പേർക്കും നാം എന്തിരിക്കുന്നു? വിധിയും ഇൽമും നാം നൽകിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഇതിവിടെ ആവർത്തിക്കാണ്. ഒരു മനുഷ്യന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് കൊടുക്കുന്നതാണ്. ഒരാൾ എത്ര കെട്ടിമറിഞ്ഞ് അധ്വാനിച്ചാലും ചിലപ്പോൾ അയാൾക്ക് ദീനിന്റെ വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിച്ചോളുന്നില്ല. ശരി, ചില ആളുകൾക്ക് ചില നിമിത്തങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചെറിയ ഹാഫിദ് അൽ ഹക്കമി എന്ന് പറയുന്ന സൗദിയിൽ പണ്ഡിതനുണ്ട്. ഹാഫിദ് അൽ ഹക്കമി അദ്ദേഹം 35 കൊല്ലമാണ് ജീവിച്ചത്. 35 കൊല്ലം, 35 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വളരെ ഉനൈസയിലാണ്. അദ്ദേഹം വളരെ ദാരിദ്ര്യാവസ്ഥയിൽ, അദ്ദേഹത്തിന്റെ ബാപ്പ ആടിനെ മേയ്ക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാൻ നല്ല ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, ഉനൈസയിലേക്ക് ഒരിക്കൽ കാനബി എന്ന് പറയുന്ന അദ്ദേഹം വന്നു. ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വന്നപ്പോൾ ഈ കുട്ടിയുടെ ബുദ്ധി സാമർഥ്യം കണ്ട് അദ്ദേഹം പിതാവിനോട് സംസാരിച്ചു. പിതാവ് പറഞ്ഞു, എനിക്ക് പറഞ്ഞേക്കാൻ പറ്റൂല, കാരണം എൻ്റെ വീട്ടിലേക്ക് ചെലവ് നടത്തേണ്ടവനാണ്. കാരണം എന്താ വെച്ചാൽ ഇവൻ പോയി കഴിഞ്ഞാൽ ആടിനെ മേയ്ക്കാൻ ആളുണ്ടാവില്ല, എനിക്ക് പട്ടിണി നടക്കേണ്ടി വരും.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആടിനെ മേയ്ക്കാൻ ഞാൻ ആളെ നിശ്ചയിച്ചു തരാം വേറെ. അപ്പൊ പിതാവ് പറഞ്ഞു ഓക്കെ. അങ്ങനെ ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയും പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം 2 ദിവസം പഠിക്കുക, ബാക്കി 3 ദിവസം പഠിക്കുക, ബാക്കിയുള്ള ദിവസം ആടിനെ നോക്കുക. അങ്ങനെ നോക്കി അവസാനം അദ്ദേഹം വലിയ ആലിമായി എന്ന് മാത്രമല്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും 35-ാമത്തെ വയസ്സിൽ ഹജ്ജ് കഴിഞ്ഞ് ഇരിക്കുന്ന മിനയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ് 35-ാമത്തെ വയസ്സിൽ. എന്ന് സലഫി ലോകം അറിയുന്ന മഹാപണ്ഡിതനാണ് ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ പറഞ്ഞത് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീൻ അതാണ്, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹ് കൊടുക്കുക. ഒരു കേവലം ആട്ടിടയനായി പോകേണ്ടിയിരുന്ന ഒരു സാധാരണ കുഞ്ഞിനെ അള്ളാഹ് എന്ത് ചെയ്തു, അവിടുന്ന് എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് ലോകം ആദരിക്കുന്ന വലിയ പണ്ഡിതനായി ജീവിപ്പിച്ച് 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ മരിപ്പിച്ചു. ഇമാം നവവി 40 വയസ്സാണ് ജീവിച്ചത്. 40-45 റിവായത്തുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ എഴുതിയ പുസ്തകം നമ്മൾ ജീവിതകാലം പോയി വായിച്ചാൽ തീരൂല. അദ്ദേഹത്തിന് ശറഹ് മുഹദ്ദബും ശറഹ് മുസ്ലിമും അതുപോലെ തന്നെ അർബഈൻ നവവിയും അതുപോലെ തന്നെ റിയാദുസ് സാലിഹീനൊക്കെ ഇഷ്ടംപോലെ കിതാബുകളാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഇപ്പം നിങ്ങൾ ആലോചിച്ച് ഇവിടെ തന്നെ ഖുർആൻ ക്ലാസ്സിന് എത്ര ആൾക്കാരുണ്ട്, ഈ മോങ്ങത്തങ്ങാടിൽ എത്ര ആൾക്കാരുണ്ട്. അപ്പം അതിനുള്ള തൗഫീക്ക് ഇവർക്ക് ഇവിടെ വരാൻ കഴിയുള്ളൂ. അതിനെല്ലാവർക്കും തൗഫീക്ക് കിട്ടൂല. ദീന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ള കൊടുക്കുള്ളൂ. ദുനിയാവോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് ഇബ്ലീസിനും അള്ള കൊടുക്കും. അമ്പിയാക്കന്മാർക്ക് കൊടുക്കാത്ത ദുനിയാവ് അള്ള ഇബ്ലീസിന് കൊടുത്തിട്ടില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചില്ലേ? ആദം നബിന്റെ മുമ്പുണ്ടായത് ഇബ്ലീസ് ഉണ്ട്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചില്ലേ? ഇബ്ലീസ് മരിച്ചോ? ഇല്ല. അപ്പൊ ആ ഒരു ദുനിയാവ് ആർക്കും കിട്ടിയിട്ടില്ല, ഒറ്റ പ്രവാചകനും കിട്ടിയിട്ടില്ല. കാരണം ദുനിയാവ് അള്ളാന്റെ അടുക്കൽ അത്ര ഏത് ഇബ്ലീസിനും അള്ളാഹ് കൊടുക്കും. പക്ഷെ ദീന് അള്ളാഹ് ഇബ്ലീസിനല്ല, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുള്ളൂ. അത് തൗഫീഖാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഖുർആൻ ക്ലാസ് ഈ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാനും ഇനി റമളാൻ മാസം വരാൻ പോകണം, അവിടെ പിന്നെ ഖുർആൻ ഓതാനും അത് പഠിക്കാനൊക്കെ തൗഫീക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റമളാൻ മാസം അടിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് തൗഫീക്ക് കിട്ടിപ്പോകുന്നില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹ് തൗഫീക്ക് മാറാവട്ടെ. അപ്പം പറഞ്ഞത് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യന്റെ ബുദ്ധിയിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അത് അള്ളാഹ് കൊടുക്കുന്ന ആദരവാണ്. അതുകൊണ്ടാണ് നാം അദ്ദേഹത്തിന് അവർക്ക് 2 പേർക്കും ഇൽമും ഹുക്മും കൊടുത്തു. അള്ളാഹ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി റബ്ബി സിദ്നി ഇൽമ, പക്ഷെ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ പഠിപ്പിച്ചതും അതാണ്. അള്ളാഹിന്റെ ദീന് മനസ്സിലാക്കി. ഇനി അത് അത് കുറച്ച് വിശദീകരിക്കാൻ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് നേരത്തെ പറഞ്ഞ സൂഫികൾ ഒരുപാട് കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഖുർആനും സുന്നത്തും നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അതന്നെ എമ്പാടും ഖുർആനും സുന്നത്തിലും ഇവരുടെ പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ വിശദമായി കൊണ്ട് വന്നിട്ടുണ്ട്. അത് വന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്കുള്ള കള്ളക്കഥകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പിന്നെ ഈ പ്രവാചകന്മാരൊക്കെ ചരിത്രങ്ങൾ പഠിക്കുമ്പം നമ്മുടെ ജീവിതവുമായിക്കൊണ്ട് നമ്മളും തട്ടിച്ചു വെക്കുക. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൈലും വനഹാറും ദഅവത്ത് നടത്തി. നമുക്ക് പിന്നെ ഒരു പരിപാടിക്ക് നമ്മൾ എത്ര നേരം സഹിച്ചിരിക്കും? നമ്മൾ ഖുർആൻ ക്ലാസ് 1 മണിക്കൂറിലേറുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഒരു ഹുത്തുബ ജുമാ ഹുത്തുബ തന്നെ ഒരു അരമണിക്കൂറിലേറങ്ങാൻ നീണ്ടാൽ നമുക്ക് പിരിപിരി തുടങ്ങും അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു പ്രസംഗം ഒരു അരമണിക്കൂറിലേറുന്നുണ്ടാവും, അയാൾ എന്തിനാ പത്ര പ്രസംഗിക്കുന്നു എന്ന് പറയും. ചില ആൾക്കാർ പറയും, പിന്നെ നിങ്ങൾ എത്ര കാലമായി ഇവിടെ തൗഹീദ് പറയാൻ തുടങ്ങിയിട്ട്, ഇവിടെ ശിർക്ക് കൂടല്ലാതെ പിന്നെ നിങ്ങൾ നബിദിനത്തിന് പ്രസംഗിച്ച് നബിദിനം ഊക്കായില്ലേ, ഉഷാറായില്ലേ? അതിന് നൂഹ് നബിന്റെ ചരിത്രത്തിൽ മറുപടി ഉണ്ട്. കുല്ലമാ ദഅവതുഹും എന്താണ് വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ അവരെ വിളിക്കും തോറും ഒരു ഓട്ടം കൂട്ടിയിട്ടുള്ളൂ.
അപ്പൊ 6 കോടി നൂഹ് നബി ഓടി. അപ്പൊ നമ്മൾ അമ്പിയാക്കന്മാരെ ചരിത്രം പഠിക്കണമെന്ന് വെച്ചാൽ ഇത് വെറുതെ പറയില്ല. അമ്പിയാക്കന്മാരെ ചരിത്രം നമുക്ക് ചില പാഠങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ അത്രയും വലിയ നിഅമത്ത്. ഇപ്പൊ നമ്മൾ സാധാരണ പിന്നെ വണ്ടി മേലെ ഹാദാമിൻ ഫദ്ലി റബ്ബി എന്നുണ്ടാവും. അതാരെ വാചക? സുലൈമാൻ നബിന്റെ വാചക. ബാക്കി ആരും എഴുതില്ല, ബാക്കി ആർക്കും അറിയില്ല. ഹാദാമിൻ ഫദ്ലി റബ്ബി എന്ന് മാത്രമല്ല സുലൈമാൻ നബി പറഞ്ഞു. പിന്നെന്താ? ലിയബ്ലുവനി അശ്കുർ അം അക്ഫർ. ഇതെന്റെ റബ്ബ് തന്ന ഔദാര്യാണ്. എന്തിന്? ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് തന്ന ഔദാര്യമാണിത്. അത് നമ്മൾ പറയില്ല. ആദാമിൻ ഫദ്ലി റബ്ബി സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോകും. അപ്പൊ അത് നമുക്ക് ദാവൂദ് നബിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹം കിട്ടിയിട്ടും അള്ളാഹു ഒരിക്കലും അള്ളാഹുവിനെ അദ്ദേഹം മറന്ന് ജീവിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയ നിയമത്തിട്ടുമ്പോഴേക്കും നമുക്ക് ജമാഅത്തിന് നേരില്ല, അതുപോലെ തന്നെ മറ്റുള്ള സംഗതി നേരില്ല, അതുപോലെ തന്നെ വേറെ സംഗതിക്ക് നേരില്ല. പിന്നെ നമ്മളെന്താ വെച്ചാൽ പിന്നെ റമദാൻ മാസം വരെ ഞാൻ കൂടി പറയാം. റമദാൻ മാസത്തിൽ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ കൊണ്ട് ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒറ്റ ജമാഅത്തും ഒന്നാമത്തെ തക്ബീറോട് കൂടി അല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ പാടില്ല. അത് നമുക്ക് നിയത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് നമുക്ക് തൗഫീഖ് ഉറപ്പാണ്. അതിനപ്പം നമ്മളെ ജോലി തിരക്ക് അള്ളാഹ് അതിനെ എളുപ്പമാക്കി തരും. പക്ഷെ നമുക്ക് ആദ്യം നിയത്തുണ്ടാകണം. എല്ലാ ഇപ്പൊ റമദാൻ 30 ദിവസം കിട്ടുകയാണെങ്കിൽ 30 × 5 എത്രണ്ട്? 150 വക്ത് നിസ്കാരം ഉണ്ടാകും. ആ 150 വക്ത് നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ജമാഅത്തോട് കൂടി നിസ്കരിക്കണം. നമുക്ക് നിയത്തുണ്ടായാൽ അള്ളാഹ് ആ നിയത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യും. പക്ഷെ അതിൽ തന്നെ നമുക്ക് ആ നിയത്തില്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പിന്നെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അടുത്ത ആഴ്ച കൂടുതൽ വിശദമായിട്ട് പറയാം. പിന്നെ ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ പ്രത്യേകിച്ചും റമദാനിൽ അവൻ്റെ ഖുർആനിലേക്ക് അടുക്കാനും അതുവഴി ഈമാനികമായ ആവേശങ്ങൾ വർദ്ധിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി റമദാനിൽ കഴിയാനും അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു നല്ലവരാ സഹോദരി സഹോദരന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ അള്ളാഹുർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആഴ്ച നമ്മുടെ അഖില റമദാൻ്റെ ക്ലാസ്സാണ്. മാരിസെൽഫിനാണ് എടുക്കുക. സംശയ നിവാരണം ഉണ്ടാവും. ഒരു ടൈം ഒരു 9 മണിയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇൻഷാ അല്ലാഹ് ഒരുങ്ങി വരാം.